സോമരാജ സാറിന്റെ കാർ ഇവിടെ കാണുന്നില്ല. അപ്പൊ പുള്ളി ഫുഡ് കഴിക്കാനായി ഓൾഡ് ഏജ് ഹോമിലേക്ക് പോയിട്ടുണ്ടാവും. എങ്കിലും വേഗം നമുക്ക് അകത്തേക്ക് നോക്കിയാലോ? ധൃതി കാണിക്കല്ലേ ശിവാനി, കൈവിട്ട കളിയാ. കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വേണം ചെയ്യാൻ. സാറ് കൂടെ ഉണ്ടെങ്കിൽ എന്താ പേടിക്കാന്? എനിക്ക് അത്രയ്ക്ക് വിശ്വാസം സാറിന്. വാ ഇറങ്ങ്, നമുക്ക് അകത്തേക്ക് ചെന്ന് നോക്കാം. ശിവാനി ഇവിടെ തന്നെ നിന്നാ മതി. ഞാൻ പോയി ചാവി എടുത്തിട്ട് വരാം. ചാവി സോമരാജ സാറിന്റെ മേശയിൽ കാണും. ഞാൻ പോയിട്ട് വരാം. ശരി. ഗൗതമിനെ സംബന്ധിക്കുന്ന രഹസ്യത്തിന്റെ എന്തെങ്കിലും ഒരു രേഖ ഇവിടുന്ന് ഒപ്പിച്ചെടുക്കണം. ഭാഗ്യത്തിന് മേശ ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ പെട്ടേനെ. ഞാൻ തുറന്നു തരാം. ശിവാനി, ഫയലുകളൊന്നും എടുത്തോണ്ട് പോകരുത്. എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഫയലുകളുടെ ഫോട്ടോ എടുത്തോ. സേതുമാധവൻ സാറിന് ദോഷം വരുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. ശരി ശരി, വേഗം ചെല്ല്. ഞാൻ ആരെങ്കിലും വരുന്നു നോക്കിക്കോളാം. ഈശ്വര, 30 വർഷം മുന്നേയുള്ള ഫയലെന്ന് പറയുമ്പോ 2025 ഇത്. അപ്പോ 1995. യെസ്, അപ്പോ 95-ലെ ഫയല് വേണം നോക്കാൻ. ശരി, ആ ഫയലൊന്ന് നോക്കിയിട്ട് ഞാൻ വിളിച്ചു പറയാം. അതുപോലെ ഓക്കെ. ശരി, ഓക്കെ. ഞാൻ സാറിനെ വിളിക്കാനായിട്ട് തുടങ്ങിയപ്പോഴാ അവിടെ കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. തനിക്ക് എന്തോ തിരക്കുണ്ട്, വൈകുന്നേരം വരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തു പറ്റി? നേരത്തെ ഇങ്ങ് പോന്നു. അത് പാർട്ടി മീറ്റിംഗ് അല്ലേ സാറേ? പാർട്ടിയാണോ വലുത്, കാരുണ്യാണോ വലുതെന്ന് ചോദിച്ചാൽ ചോദിക്കുന്നത് ഇനി ദേശീയ പ്രസിഡന്റ് ആയാൽ പോലും കാരുണ്യം കഴിഞ്ഞേ എനിക്ക് പാർട്ടി ഉള്ളൂ എന്ന് പറയും. സേതുവാ, ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിനല്ലേ ഞാൻ വന്നിരിക്കുന്നത്. സാറ് വാ. എന്റെ ഈശ്വര, എന്തായി കാണുന്നേ? ഗൗതം അനാഥനായിരുന്നു. ഇവിടുന്ന് അങ്കിളും ആന്റിയും ചേർന്ന് ദത്തെടുത്തതാണോ? അപ്പോ
അപ്പൊ അതാണ് സത്യം. ഗൗതം പാർവതി ആന്റിയുടെ വയറ്റിൽ പിറന്ന സന്തതിയല്ല. ഈ അഡോപ്ഷന്റെ കാര്യം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് പാർവതി ആന്റി ഈ പെടാപ്പാട് മുഴുവൻ പെടുന്നത്. കൊള്ളാം. ശിവാനി മതി, വാ വേഗം ഉറങ്ങാൻ നോക്ക്. അടച്ചേ. അയ്യോ, ഞാൻ ഈ ഫയലൊന്ന് നോക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സോമരാജ സാർ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരു ഫയൽ എടുക്കാനായി സാർ ഇങ്ങോട്ട് വരും. വേഗം വാ, വേഗം ഇറങ്ങിക്കേ. വേഗം വാ, തിരിച്ചു സാർ ഞാനിതൊന്ന് വായിച്ചു നോക്കിക്കോട്ടെ. ഇല്ല, വായിച്ചിടത്തോളം മതി. പ്രശ്നമാവും ശിവാനി. മതി ശിവാനി, സാർ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരും. എങ്കിലും ഞാൻ ഫോട്ടോ എടുത്തോട്ടെ. പ്ലീസ് പ്ലീസ് സാർ പ്ലീസ്. എന്നാ വേഗം എടുക്ക. മതി മതി, ഇറങ്ങ് ഇറങ്ങ് ശിവാനി. ഒന്ന് ഇറങ്ങണ്ട ശിവാനി. അയാൾ ഇപ്പൊ വന്നു കയറും, മൊത്തം പ്രശ്നമാവും. വന്നേ. ശിവാനി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. വേഗം ഇവിടുന്ന് പോവാൻ നോക്ക്. ചെല്ല്. എല്ലാം ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പറ്റിയില്ല. സാരമില്ല, എന്നാലും ഒരു വലിയ രഹസ്യത്തിന്റെ ഒന്നാം തരം തെളിവ് കയ്യിൽ കിട്ടിയല്ലോ. എടാ ഗൗതം, അപ്പൊ നീ ആരുമില്ലാത്തവനായിരുന്നല്ലേ? തന്തയും തള്ളയും ആരാന്ന് പോലും അറിയാത്ത വെറും 7-ാം കൂലി. അനാഥനാണെന്ന സത്യം അപ്പൊ നിനക്കറിയത്തില്ല. അറിയിച്ചു തരാം, എല്ലാം ഈ ശിവാനി അറിയിച്ചു തരാം. ചുരുക്കി പറഞ്ഞ ഗൗതത്തിന് ഈശ്വരമംഗലത്ത് ഒരു അവകാശവും. അപ്പൊ മുഴുവൻ സ്വത്തിന്റെ അനന്തരാവകാശി പ്രണവോ? ഈശ്വര, ഓർക്കുമ്പോ തന്നെ ഹൃദയം കിടന്ന് പിടയ്ക്കുക. എടി നിധി, നിന്റെ കെട്ടിയവൻ ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നല്ലേ? ഞാൻ വരിക ഈശ്വരമംഗലത്തേക്ക്. എല്ലാവർക്കും കണക്കിന് തരുന്നുണ്ട് ഞാൻ. ഒരു ഉഗ്രനായുധമാണ് കൈ കിട്ടിയിരിക്കുന്നത് എന്നതിൽ സംശയമില്ല. ഇത് കൃത്യമായിട്ട് പ്രയോഗിച്ച നിധിയെയും ഗൗതമിനെയും ഈശ്വരമംഗലത്ത് നിന്ന് പുറത്താക്കാനും പറ്റും. പക്ഷെ ഗൗതം അനാഥനാണെന്ന് വസുന്ധര ആന്റിക്ക് അറിയാമെങ്കിൽ ഞാനിത് അവിടെ ചെന്ന് വിളിച്ചു പറഞ്ഞിട്ടും കാര്യമില്ല. ദത്തുപുത്രനാണെന്നുള്ള കാര്യം ഒരുപക്ഷെ ഗൗതമിന് പുതിയ അറിവായിരിക്കാം. എന്നാലും ഞാൻ ചിന്തിച്ചതുപോലെയാണ് കാര്യങ്ങളെങ്കിൽ വസുന്ധര ആന്റി അവനെ വിട്ടുപോകാൻ സമ്മതിക്കില്ല. അപ്പ ഇനി എന്ത് ചെയ്യും? ഞാൻ ആഗ്രഹിക്കുന്ന ഫലം ഇതിന് കിട്ടണമെങ്കിൽ ഈ രഹസ്യത്തെ മറ്റൊരു രീതിയിൽ ഉപയോഗിക്കണം. ആദ്യം നിധി, പിന്നെ ഗൗതം. അതായിരിക്കണം തന്ത്രം. യെസ്, അതേയുള്ളൂ വഴി.